ദേ, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിക്കണ്ട. ഞാൻ പറഞ്ഞത് മറന്നു പോരുത്. എന്ത് പ്രശ്നം ഉണ്ടായാലും മാളുവിനൊന്നും സംഭവിക്കാൻ പാടില്ല. മാളുവിന് എന്തെങ്കിലും സംഭവിച്ചാ മഹേട്ടൻ പിന്നെ എന്നെ വിവാഹം കഴിക്കില്ല. അത് മറക്കരുത്. ഞാൻ ഈ പാടുപെടുന്നതെല്ലാം എന്റെ മഹേട്ടന്റെ വിവാഹം നടക്കാൻ വേണ്ടി മാത്രമാ. മനസ്സിലായോ? എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ശ്രമിച്ചു ഇന്ദ്രൻ. പക്ഷേ അവനൊരു ക്രിമിനലാണെന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവൻ വലിയ ബുദ്ധിമാനാ. അല്ലെങ്കിലും ഈ ക്രിമിനലുകൾക്ക് ബുദ്ധി കൂടുതലായിരിക്കും. അതുകൊണ്ടാണല്ലോ അവർ സാധാരണക്കാരെ കബളിപ്പിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും. അതെ, പക്ഷേ അതൊന്നും ശാശ്വതമാവില്ല ഇന്ദ്രൻ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നല്ലേ? അതെ, നകുലും പിടിക്കപ്പെട്ടതല്ലേ, എന്നിട്ടല്ലേ ജയിലിലായത്? അതെ, പക്ഷേ അതെല്ലാം നാട്ടുകാർ അവനെ കള്ളക്കേസിൽ കുടിക്കുകയാണെന്നും പറഞ്ഞ് അവൻ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടിരിക്കുമല്ലേ? അതൊക്കെ ശരിയാ. എന്നാലും ക്രിമിനൽ ബുദ്ധിയുള്ളവർക്ക് അധികകാലം അവരുടെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെക്കാൻ പറ്റില്ല. അവരെത്രയൊക്കെ ശ്രമിച്ചാലും ഉള്ളിലെ ഫ്രോഡ് അറിയാതെ തലപൊക്കി പുറത്തു വരും. ആ സമയത്ത് അവനെ കയ്യോടെ പൊക്കണം. അങ്ങനെ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് വരെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് അവന്റെ ശല്യം അവസാനിപ്പിച്ചേ പറ്റൂ. അവൻ എന്റെ മോളിൽ നേരെ തോക്ക് ചൂണ്ടി. അവനെ കണ്ട് എന്റെ മാളു ഭയന്ന് പറച്ചു. അവൾക്ക് അവനെ വെറുപ്പാ. ഗംഗയോട് അവൻ മിണ്ടുന്നത് കണ്ടാ പോലും മാളുവിന് സഹിക്കാൻ പറ്റില്ല. മാളുവിന് മാത്രമല്ല, നിനക്കും സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. മഹി, ഒരു വഴിയുണ്ട്. അവൻ സെൻട്രൽ ജയിലിൽ നിന്നാ പരോളിൽ ഇറങ്ങിയത്. അവിടെ നിന്ന് അവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചറിയണം. അത് കൊള്ളാം. അവന്റെ എമ്മോ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ അത് വെച്ച് അവനെ നമുക്ക് പെട്ടെന്ന് പൂട്ടാം. എമ്മയോ? അതെ, അവന്റെ ഈ ക്രിമിനാലിറ്റിയുടെ രീതികൾ, മോഡസ് ഓപ്പറാൻഡി, അതെങ്ങനെയാണെന്ന് അറിയണം. അവൻ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ അത് നമുക്ക് ഗുണം ചെയ്യും. പക്ഷേ ജയിലില് നിനക്ക് പരിചയക്കാരുണ്ടോ? പിന്നെ ഞാൻ വാദിച്ച കേസിലെ ആൾക്കാരൊക്കെ അവിടെ അല്ലേ കിടക്കുന്നത്? ഒന്ന് പോണം. ഒന്നും അല്ലെങ്കിൽ ഞാനൊരു വക്കീലല്ലേ. ഒരത്യാവശ്യം പരിചയക്കാരൊക്കെ നമുക്ക് എല്ലായിടത്തും ഉണ്ടാവും. ഞാനത് ഡീൽ ചെയ്തോളാം. ഓക്കെ, അത് മതി. എത്ര നാള് കഴിഞ്ഞാലും നീ എനിക്ക് സ്വന്തമാവാനുള്ളതാ. നേട്ടങ്ങൾ മാത്രമേ നിനക്കുള്ളൂ രാഹുൽ. ഇപ്പൊ ആ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താ? നീ മഹിയുടെ നേടിൽ ജീവിക്കുന്ന ഒരു പാഴ്ചെടി പോലെയല്ലേ? സ്വന്തമായിട്ട് ഒരു ചായ എങ്കിലും വാങ്ങിക്കുടിക്കാനുള്ള ഗതി നിനക്കുണ്ടോ? സോറി, ഞാൻ രാഹുലിനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ സത്യം അതല്ലേ? രാഹുൽ എനിക്ക് മാളുവിനെ നേടിത്തന്ന, രാഹുലിന് സ്വപ്നം കാണാത്തത്ര സ്വത്തും പണവും രാഹുലിന്റെ സ്വന്തമാവും. ഇന്ന് തള്ളി പറഞ്ഞവരെല്ലാം അന്ന് രാഹുലിനെ തലയിലേറ്റി വാഴിക്കും. ഇന്ന് രാഹുൽ നിഴലിലാണെങ്കിൽ നാളെ രാഹുൽ ചക്രവർത്തിയായിട്ട് വിലസും.
ഞാൻ ആഗ്രഹിച്ച എൻ്റെ കൈവിട്ട് പോവാണ്. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അവൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹം നടക്കണം. ആ ശ്രേയ, എന്താ രാഹുൽ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, പറഞ്ഞോ. അതെ, നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നീ അത് മറന്നതുപോലെയാണ് പെരുമാറുന്നത്. ഞാനൊന്നും മറന്നിട്ടില്ല. നിനക്ക് തന്ന വാക്കും കരാറും ഒക്കെ ഞാൻ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. പക്ഷേ വേണ്ട അവസരം പോലെ അത് ഉപയോഗിക്കാതിരുന്നത് നീയാണ്. നമ്മൾ തമ്മിൽ സംസാരിച്ച അധികം താമസിയാതെ തന്നെ എന്റെ മഹേട്ടന്റെയും വിവാഹം ഉറപ്പിച്ചു. അന്ന് എത്ര റിസ്ക് എടുത്തിട്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഗംഗ ഇവിടെ എത്തിച്ചത്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അത് കഴിഞ്ഞുപോയ കാര്യമല്ലേ. അന്ന് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ ഇപ്പൊ അതല്ല സിറ്റുവേഷൻ. എവിടെ നിന്നോ വന്ന ഒരുത്തൻ ഗംഗയെ സ്വന്തമാക്കാൻ പോവുകയാണ്. അവനാണെങ്കിൽ ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കുന്നുമുണ്ട്. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഗംഗയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചതും നടത്തുന്നതും ഒന്നും ഞാനല്ല. അതിനെല്ലാം അവളുടെ മുത്തശ്ശിയുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ എനിക്ക് കയറി ഇടപെടാനോ അഭിപ്രായം പറയാനോ സാധിക്കില്ല. ഇനി നിനക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവളുടെ മുത്തശ്ശിയോട് സംസാരിക്കായിരുന്നല്ലോ. ഇപ്പോഴും വൈകിട്ടില്ല. നിശ്ചയം കഴിഞ്ഞെങ്കിലും നമ്മളിവിടുന്ന് കാര്യമായിട്ട് പറഞ്ഞ ഒരുപക്ഷെ മുത്തശ്ശി സമ്മതിച്ചേക്കും. അങ്കിളിന്റെ കൂട്ടുകാരനായിരുന്നല്ലോ ഗംഗയുടെ അച്ഛൻ. അങ്കിളിനെ കൊണ്ട് പറയിപ്പിച്ച മുത്തശ്ശിക്ക് പറ്റില്ലെന്ന് പെട്ടെന്നങ്ങ് പറയാൻ സാധിക്കില്ല. എന്ന് വെച്ചാ എന്റെ മനസ്സിൽ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ സഹായം ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. പിന്നെ എന്താ നിന്റെ പ്രശ്നം? ശ്രേയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഗംഗയോട് ഒരു മോഹം തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഞാനൊരു മണ്ടനല്ല. അവളെ കല്യാണം കഴിച്ച എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവോ? അവളാണെങ്കിൽ നമ്മുടെ ഈ വീട്ടിലുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു പെണ്ണാണ്. സ്വന്തമായി സൗന്ദര്യം മാത്രമല്ലാതെ അവൾക്ക് മറ്റൊന്നുമില്ല. ഞാൻ അവളെ കല്യാണം കഴിച്ച ഇപ്പോ ഉള്ള എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതെല്ലാം പറയുന്നത് നീ തന്നെയല്ലേ? എന്നെ കൊണ്ട് നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ഒരു പെണ്ണായിട്ട് കൂടി ഞാൻ ചെയ്തു തന്നു. അതെ, നീ അത് വെറുതെ ചെയ്തു തന്നെയൊന്നും അല്ലല്ലോ. മാളൂന് നിനക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരാന്ന് ഞാനും പറഞ്ഞതല്ലേ? അതെ, അന്ന് അതായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ ഇപ്പൊ അവസ്ഥ അതല്ല. ഇപ്പൊ എനിക്ക് മാളു ഇവിടെ വേണം. മഹേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടാന്ന് സമ്മതിച്ചിരിക്കുന്നത് മാളുവിന് വേണ്ടിട്ടാ. വിവാഹം കഴിയും മുമ്പ് മാളു ഇവിടുന്ന് പോയാ പിന്നെ മഹേട്ടൻ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ട് എന്റെ വിവാഹം കഴിയുന്നത് വരെ നീ മാളുവിന് ഒന്നും ചെയ്യരുത്. നിനക്ക് നിന്റെ കാര്യം വലുതാണെങ്കിൽ എനിക്ക് എന്റെ കാര്യവും വലുതാണ്. മാളുവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തൊന്നും പറയാത്തത്? നീ പറഞ്ഞതുപോലെ ചെയ്യാം. പക്ഷെ ഗംഗയുടെ വിവാഹത്തിന് മുമ്പ് എന്റെ ആഗ്രഹം നടക്കണം. അതിന് നീ എന്നെ സഹായിക്കണം. ഞാൻ ശ്രമിക്കാന്നല്ലാതെ എന്തു പറയാന്? എത്ര അവസരം നിനക്ക് കിട്ടി? നീ അതൊന്നും ഉപയോഗിക്കാതെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാ എനിക്കെന്ത് ചെയ്യാൻ പറ്റും രാഹുൽ? ഞാൻ ശ്രമിക്കാനിട്ടല്ലോ. അവസരം ഒത്തുവന്ന് ഞാൻ ഗംഗയെ സമീപിക്കാൻ നോക്കുമ്പോഴെല്ലാം അവളെ രക്ഷിക്കാൻ ഏതോ ഒരു അജ്ഞാത ശക്തി വരും. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവള് പ്രാർത്ഥിക്കുന്ന ശ്രീ മഹേശ്വരനാണോ അവളുടെ രക്ഷയ്ക്കായി വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതെനിക്കുറപ്പാണ്. ആ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ നീ അതറിഞ്ഞ ഈ വീട്ടിൽ എല്ലാരും അതറിയും. ഗൗരിയുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് മഹേട്ടൻ അറിഞ്ഞാൽ
ഒരിക്കലും ഗൗരി ഒഴിപ്പിക്കാൻ മഹിയേട്ടൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു മറുപടി പറ ശ്രേയ. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. നിനക്ക് ഇനി അവസരങ്ങൾ വരും. ഉം. അധികം മദ്യം കഴിക്കാതെ നീ ഗംഗയൊന്ന് സമീപിച്ചു നോക്ക്. അപ്പോ നിന്റെ പല തോന്നലുകളും ഇല്ലാതെയാവും. ഞാൻ പറഞ്ഞതൊന്നും മദ്യത്തിന്റെ പുറത്തുണ്ടായ തോന്നലുകളല്ല. അതെന്താ നീ മനസ്സിലാക്കാത്തെ? ഓക്കെ ഓക്കെ, ഐ അഗ്രീ. നീ ടെൻഷൻ ആവണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്യാം. പോരെ? ഓക്കെ, അത് മതി. എന്നാ ഞാൻ പോയി കഴിക്കട്ടെ. ഉം. എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ. ഓക്കെ. ശ്രേയെ വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. കാര്യങ്ങൾ എന്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഗംഗയെ സ്വന്തമാക്കാൻ വേറെ വഴി നോക്കണം. അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവളെ സംരക്ഷിക്കുന്ന എന്തോ ഒന്ന് അതിന് സമ്മതിക്കില്ല. പക്ഷെ അവളെ എന്റെ വഴിക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ എളുപ്പവും. ഗംഗേ, പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഗംഗ സത്യം പറയണം. പറയൂ. പറയാം. നകുലുമായുള്ള വിവാഹത്തിന് ഗംഗയ്ക്ക് താല്പര്യമില്ലേ? ഗംഗ മറുപടി പറഞ്ഞില്ലല്ലോ. സത്യം പറയാന്ന് എനിക്ക് വാക്ക് തന്നതാ. എന്റെ ഇഷ്ടങ്ങള് ഞാൻ നോക്കിയിട്ടില്ല. മുത്തശ്ശി പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ? ഈ വിവാഹത്തിന് ഗംഗയ്ക്ക് ഇഷ്ടമില്ല എന്നാണോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. മുത്തശ്ശി എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും. അത് ശരിയായിരിക്കും. പക്ഷെ ഒരു ജന്മം മുഴുവനും ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം മുത്തശ്ശിയുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ച് തീർക്കേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്. അത് ഒരുതരം സ്വയം ശിക്ഷിക്കലല്ലേ? ഗംഗയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരിക്കൽ പോലും ഈ മുഖത്ത് ഞാനൊരു പുഞ്ചിരി കണ്ടിട്ടില്ല. ഒരു സന്തോഷം മിന്നി മറയുന്നത് പോലും കാണാൻ സാധിച്ചിട്ടില്ല. ഒരു വാക്ക് ഗംഗ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ രക്ഷിക്കാം ഗംഗയെ. ഈ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ സഹായിക്കാം. എല്ലാം രാഹുലേട്ടന്റെ തോന്നലാ. എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മുത്തശ്ശി എല്ലാം തീരുമാനിച്ചപ്പോഴേ ഞാൻ മനസ്സുകൊണ്ട് അതിന് തയ്യാറായി. ഗംഗയുടെ ജീവിതം തീരുമാനിക്കേണ്ടത് ഗംഗ തന്നെയാണ്, അല്ലാതെ മുത്തശ്ശിയല്ല. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് 2 തലമുറകളുടെ വ്യത്യാസമുണ്ട്. അത് ഗംഗ മറന്നു പോകരുത്. ഇല്ല, മുത്തശ്ശി പറയുന്നതും ചെയ്യുന്നതും എല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അതല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ഗംഗയുടെ ഇഷ്ടങ്ങൾ അറിയാൻ മുത്തശ്ശിയുടെ മനസ്സിന് പറ്റില്ല. ഗംഗയ്ക്ക് മുത്തശ്ശിയോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഗംഗയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഞാൻ പറയുന്നത് ഗംഗയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നുള്ളൂ. എന്റെ എല്ലാ ഇഷ്ടങ്ങളും മുത്തശ്ശി പറയുന്ന പോലെയാ. ഗംഗ, ഞാൻ നിന്റെ ഉള്ളിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ട് ഗംഗ, അതെനിക്കറിയാൻ പറ്റുന്നുണ്ട്. നീ എന്റെ കൈ തന്നെ വരും, അതെനിക്കറിയാം.
ചേട്ടാ പേ ചെയ്തിട്ടുണ്ടേ. ആ ശരി, ഓക്കെ, ആയിട്ടുണ്ട്. ഇതെന്താ ഈ വണ്ടിയില്? ഞാൻ എന്റെ വണ്ടി ഇവിടെ വെച്ചിട്ടല്ലേ ഇന്നലെ പോയത്. അതാ ക്യാബ് വിളിച്ചു പോകുന്നത്. ഓ, ഉം. പിന്നെ ഇത് ബൈക്കിൽ കൊണ്ടുവരാൻ പാടല്ലേ. ഇതെന്താ പാവക്കുട്ടിയാണോ? മാളൂനെ സോപ്പിടാൻ വാങ്ങിയതാണല്ലേ? അവളെ സോപ്പിടാനല്ല, അവളെ എന്നേക്കുമായി ഉറക്കി കടത്താൻ വാങ്ങിയതാ. ഇതിനെ അവളുടെ മുറിയിൽ വെക്കണം. അവളെ എന്നേക്കുമായി ഉറക്കാനുള്ള സമ്മാനം ഇതിനകത്തുണ്ട്. അതെന്ത് സമ്മാനം? ഞാനൊന്ന് നോക്കട്ടെ. എന്താ അമ്മയത്? ആ, ഞാൻ നോക്കല്ലേ. അയ്യോ, പാമ്പ്! അയ്യോ, അയ്യോ! എന്താ നോക്കലേ ഇത്? എന്തിനാ അതിനെ കൊണ്ടുവന്നേ? ഞങ്ങളെ കൊല്ലാനാണോ? അയ്യോ, 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 ദേ അത് അകത്തേക്ക് പോകുന്നു. പോയി പിടിക്കതിനെ. നിങ്ങൾ എന്തിനാ എന്നെ താഴെ ഇട്ടത്? അയ്യോ, അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? മോളെ, അത് മൂർഖനാ. കൊത്തി അപ്പ തീരും കഥ. ഇനി നമ്മൾ എങ്ങനെ വീട്ടിൽ കയറും മോളെ? ശ്ശോ. അല്ല, ഗംഗ എവിടെ? ഗംഗ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഈശ്വര, ഇനി ആ പാമ്പിനെ എങ്ങനെ കണ്ടുപിടിക്കും? അയ്യോ. അയ്യോ. ഞങ്ങളറിയാതെ നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് രാഹുലെ. ഇത് ശരിയാവില്ല. നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നീ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ ഞാൻ ഇതെല്ലാം പൊളിക്കും. ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. നീ വെറുതെ ഓരോ കാര്യങ്ങൾ സ്വയം ആലോചിച്ചുണ്ടാക്കിയിട്ട് പ്രശ്നമാക്കാൻ വന്ന ഞാൻ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം മാളുവിനെ നീ ഇവിടെ നിന്നെടുത്ത് അവർക്ക് കൊടുക്കാൻ ശ്രമിച്ചില്ലേ? മാളു, മോളെ, മോളു. മാളു, നീ എങ്ങനെ ഇവിടെ വന്നേ? എനിക്കറിയില്ല ഗംഗേ. ഞാൻ ഉണർന്നപ്പോ ഇവിടെയാ. എന്താ ഇവിടെ ഒരു ബഹളം? എന്താ സംഭവിച്ചെന്ന് അറിയില്ല. മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന മാളുദേ ഇവിടെ സോഫയിൽ ഇരുന്ന് കരയുന്നു. ആഹാ, അത് പിന്നെ ചില കുട്ടികൾ ഇങ്ങനെയാ, ഉറക്കത്തിൽ എണീറ്റ് കിടക്കും. അത് പിന്നെ അതെന്താ നീ ഞങ്ങളെ അറിയിക്കാതെ ചെയ്തേ? നിങ്ങൾ അറിയിച്ചിട്ട് എന്താ കാര്യം? നിനക്കും നിന്റെ കെട്ടിയവനും കാശ് മാത്രം മതി, റിസ്ക് എടുക്കാൻ പറ്റില്ല. മര്യാദയ്ക്കാണെങ്കിൽ അളിയൻ എന്ത് എളുപ്പമാ. അളിയനല്ലേ മാളുവിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും. അവർക്ക് കൊച്ചിനെ കൈമാറാൻ ഏറ്റവും എളുപ്പം അളിയനല്ലേ. അങ്ങനെ ചെയ്താ അജിത്തേട്ടനെ ആദ്യം പിടിക്കില്ലേ? അതെ, കുറെ മുഖമൂടിയിട്ട ഗുണ്ടകള് കൂട്ടമായി വന്ന് ഇടിച്ചിട്ടിട്ട് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാ പോരെ. അല്ല, പോലീസുകാരൊന്ന് വിരട്ടിയ അജിത്തേട്ടൻ പേടിച്ചെല്ലാം തുറന്നു പറയും. അതോടെ നമ്മളെല്ലാം അകത്താവും. ആ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊന്നും ചെയ്യാനും വയ്യ, കാശിന്റെ പങ്കോട്ട് കിട്ടുകയും വേണം. എന്നാലും നിന്റെ എല്ലാ പ്ലാനിങ്ങിനും ഞങ്ങള് കൂട്ടു നിൽക്കുന്നില്ലേ? കൂട്ട് നിൽക്കുന്നു വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ അതുപോലെ ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്യണ്ട. ഞാൻ മാളൂനെ എങ്ങനെയെങ്കിലും അവർക്ക് കൊടുത്ത് കാശ് വാങ്ങി നിങ്ങൾക്ക് ഒരു പങ്ക് തരാം. അതുവരെ വെറുതെ ഒന്നിലും ഇടപെട്ട് വഷളാക്കാതിരുന്നാ മതി. നീ പിണങ്ങാൻ പറഞ്ഞതല്ല, സിറ്റുവേഷൻ അതാ. ഇന്നെങ്കിലും കൊച്ചിനെ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിലേ തന്ന അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഏ, അപ്പോ കൊച്ചിനെ കൊടുക്കുന്നതിന് നീ അഡ്വാൻസ് മേടിച്ചോ? അത് അങ്ങനെ ഒരുപാടൊന്നുമില്ല. ബാറിൽ എന്റെ ബില്ലടയ്ക്കാനുള്ള കാശ് വാങ്ങി, അത്രേ ഉള്ളൂ. എന്നാലും നീ അഡ്വാൻസ് മേടിച്ച കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് നീ കൊണ്ടുപോയി ബാറിൽ കൊടുത്തല്ലേ? കുടിയൻ, മൂട് കുടിയൻ. പാമ്പ്. പാമ്പെന്ന് പറഞ്ഞ് കളിയാക്കിയാലുണ്ടല്ലോ, ഞാൻ എത്ര അടിച്ചാലും പാമ്പാവാറില്ല. അത്യാവശ്യത്തിനുള്ള കപ്പാസിറ്റി ഒക്കെ എനിക്കുണ്ട്. അതല്ല, ഒറിജിനൽ പാമ്പ്. ഒറിജിനൽ പാമ്പ് എന്ന് വെച്ചാ? ദേ, ദേ, പാമ്പ്, പാമ്പ്.
അയ്യോ പാമ്പ്. എന്ത് ചെയ്യും? ഓടിക്കോ. എടി, ഓടറി. പോ, പോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അയ്യോ പാമ്പ്. നോക്കാം. പാമ്പ് പാമ്പ്. അയ്യോ ഏ ഞാനിപ്പോ വിളിക്കാം. എന്താടാ, എന്തു പറ്റി? അവിടെ ഒരു പാമ്പ്. പാമ്പോ? അതെ. അവിടെ എങ്ങനെയാടാ പാമ്പ് വരുന്നേ? അറിയില്ല, പക്ഷെ പാമ്പിനെ ഞാൻ കണ്ടു. നീ പകലും മദ്യപിക്കാൻ തുടങ്ങിയല്ലേ? അയ്യോ ഞാൻ ശരിക്കും കണ്ടതാ. ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് നോക്ക്. വാ. നീ വെറുതെ എന്റെ സമയം കളയാതെ ഇറങ്ങിപ്പോയി. വീട്ടിനകത്ത് എങ്ങനെയാടാ പാമ്പ് വരുന്നത്? ഒരു ഇമ്പോർട്ടന്റ് കോളായിരുന്നു. അപ്പ-